പല സുഹൃത്തുക്കളും ചോദിക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഡിയോലിൻ്റെ കൺട്രോൾ വയറിങ്ങിനെ പറ്റിയിട്ട് അതേപോലെ തന്നെ സ്റ്റാർ ഡെൽറ്റയുടെ കൺട്രോൾ വയറിങ്ങിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കും. ചില സമയത്തായിട്ട് സ്കെച്ചും കാര്യങ്ങളൊക്കെ ചോദിക്കും, ഇതെങ്ങനെ പഠിക്കാൻ പറ്റും, എവിടെയാണ് പഠിപ്പിക്കുന്ന സ്ഥലങ്ങളൊക്കെ, ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ നിലവിലുണ്ടായിരുന്ന കേബിളുകൾ നമ്മൾ അഴിച്ചു മാറ്റി അവിടുത്തെ കേബിളുകൾ പ്രോപ്പറായിട്ട് കണക്ട് ചെയ്തു. അതേപോലെ തന്നെ പ്രിവെൻറ്ററിൻ്റെ കണക്ഷൻ ഞാൻ നിലവിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ RYB എന്നുള്ള സംഭവത്തിലാണ് വന്നിട്ടുള്ളത്. പക്ഷേ അതേപോലെ തന്നെ കളർ കോഡും. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം മച്ചാന്മാരെ, എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ RCCB ട്രിപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസാണ് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് വന്നിരുന്നത്. അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ കൺസെപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസൊക്കെയാണ് ചെയ്തത്. നമ്മൾ പൊതുവേ ചെയ്തിരുന്നത് ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള എല്ലാ മേഖലയിലുമുള്ള കണ്ടൻസ് കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് ഉൾക്കൊള്ളിച്ചിരുന്നത്. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലയളവ് കൊണ്ടിട്ട് നമ്മൾ കൃത്യമായിട്ടും RCCB ട്രിപ്പിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലേക്ക് മാത്രം പോയി. അപ്പോൾ അതിൽ നിന്നൊരു തിരിച്ചുവരവാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു പാനലേ നമ്മൾ നേരത്തെ കണ്ടതാണ്. മുമ്പ് വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം, നമ്മുടെ ഡിയോൽ സ്റ്റാർട്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവം. അതിൽ 2 ഡിയോലുകൾ കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ റിപ്പയറിങ്ങും അതേപോലെ തന്നെ നമ്മുടെ GICയുടെ സിംഗിൾ ഫേസിങ് പ്രിവെൻറ്റർ, ആ പ്രിവെൻറ്ററിൻ്റെ കണക്ഷൻസ് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ നേരത്തെ പ്രിവെൻറ്ററിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ ഉൾക്കൊള്ളിച്ചിരുന്നില്ല. കാരണം പറഞ്ഞു പോയി എന്നല്ലാതെ അത് കണക്ട് ചെയ്ത് കാണിച്ചിട്ടില്ല, എങ്ങനെയാണ് വർക്കിംഗ് വരുന്നത് എന്നുള്ള കാര്യങ്ങളും കാണിച്ചിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആ കാര്യങ്ങളൊക്കെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പ്രിവെൻറ്റർ എങ്ങനെ സെറ്റ് ചെയ്യാം, അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള ഡീറ്റെയിലും അതേപോലെ നമ്മുടെ ഡിയോയിലിൻ്റെ കൺട്രോൾ വയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിലവിൽ നമുക്കിവിടെ ഒരു 2 ഡിയോൾ സെറ്റ് മാറ്റാറുണ്ട്, അതിൻ്റെ കോൺടാക്ടർ സെറ്റുകൾ കാര്യങ്ങൾ മാറ്റാറുണ്ട്, കുറച്ച് വയറിങ് ഇൻ്റർചേഞ്ച് ചെയ്യാനും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മുടെ പഴയ പാനൽ ഒരു ഡീകമ്മീഷൻ ചെയ്തിട്ടുള്ളൊരു പാനൽ ഇവിടെ ഇരിപ്പുണ്ട്. അതിൽ നിന്ന് നമ്മൾ കോൺടാക്ടേഴ്സും കാര്യങ്ങളും എടുത്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം, എന്തെങ്കിലും എമർജൻസി കേസ് സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ സ്പെയർ ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റ് നമുക്ക് അത്യാവശ്യമില്ലാത്ത സ്ഥലത്ത് നിന്ന് നമ്മൾ സാധനങ്ങൾ എടുത്തിട്ട് എമർജൻസി കേസിൽ റൺ ചെയ്യിക്കുന്ന സാഹചര്യങ്ങളൊക്കെയാണ് ഒരു ഇൻഡസ്ട്രി സെറ്റപ്പിലേക്ക് വരുമ്പോൾ. മറ്റേത് വരുമ്പോൾ നമ്മളൊരു പ്രീ പ്ലാൻഡ് ആയിട്ടായിരിക്കും മറ്റു പല കാര്യങ്ങൾ ചെയ്യുക. പ്രിവെൻറ്റീവ് മെയിൻ്റനൻസിൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോഴും പ്രീ പ്ലാൻഡ് ആയിരിക്കും. പക്ഷേ നമുക്ക് എമർജൻസി ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഉള്ള സാഹചര്യത്തിൽ എങ്ങനെ കൈകാര്യം ചെയ്യാം, നമുക്ക് എമർജൻസി ഇനിയിപ്പോൾ നാളെ രാവിലെ എനിക്ക് സാധനം മേടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നാളത്തേക്ക് ഇന്നത്തേക്ക് അത്യാവശ്യമില്ലാത്ത സംഭവങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് ഇപ്പോൾ എമർജൻസി ആയിട്ടുള്ള സാധനം വർക്ക് ചെയ്യിക്കാനുള്ള ഒരു സെറ്റപ്പിലാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിലവിൽ 2 ഡിയോയിൽ കാര്യങ്ങൾ എനിക്ക് ഇപ്പോൾ പ്രോപ്പറായിട്ട് ചെയ്യാനുണ്ട്, എന്നാലേ ഇന്നത്തെ പമ്പിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് റെഡിയാക്കാനായിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്തേക്കുക. മറ്റ് വീഡിയോസ് പോലെ അല്ല ഈ വീഡിയോ, ഇത് കറക്റ്റ് ടെക്കായിരിക്കും. അപ്പോൾ ആ രീതിയിൽ തന്നെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിലവിൽ മച്ചന്മാരെ നമ്മുടെ ഡിയോയിൽ പാനലാണിത്. അപ്പോൾ നമുക്ക് 1, 2, 3, 4, 5, 6 മോട്ടറുകൾ കൺട്രോൾ ചെയ്യുന്ന ഒരു ഡിയോയിൽ പാനലാണ്. അപ്പോൾ ഇവിടെ ഒരു ഡീകമ്മീഷൻ ചെയ്ത പാനൽ നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തു നിന്നുള്ള കോൺടാക്ടേഴ്സ് എടുത്തിട്ട് വേണം നമുക്കിനി അവിടെ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ നിലവിൽ ഇത് റണ്ണിങ് അല്ല. ഇവിടെ ഇത് ഞാൻ ഐസൊലേറ്റർ ഓഫ് ചെയ്ത് കാണിച്ചു തരാം. അതേപോലെ തന്നെ നിലവിൽ പ്രിവെൻറ്റർ ഇല്ലാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ഞാൻ ഈ ഐസൊലേറ്റർ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെയാണ് നമ്മുടെ നേരത്തെ കണ്ടിട്ടുണ്ട് ഈ പാനൽ, പഴയ ആൾക്കാർക്കൊക്കെ അറിയാം. 4 കോൺടാക്ടറുകളാണ്. അതേപോലെ തന്നെ 2 കോൺടാക്ടറുകൾ നമുക്കിവിടെ നിലവിൽ ഡിസ്കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് നമുക്കത് ചെയ്യാനുള്ളത്. അതിപ്പോൾ നിലവിൽ ഇത് MCBയിൽ ഡയറക്റ്റായിട്ട് കൊടുത്തിരിക്കുകയാണ്. മോട്ടറിൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അത് നമ്മുടെ ഓയിലാർ കണക്ട് ചെയ്ത് ത്രൂ ആയിട്ട് തന്നെ പ്രൊട്ടക്ഷനോടുകൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ സിംഗിൾ ഫേസിങ് പ്രിവെൻറ്റർ ഇവിടെ നിന്ന് ഡിസ്കണക്ട് ചെയ്തിരിക്കുകയാണ്. ഈ ലൈൻ ഡിസ്കണക്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് കണ്ടാലോ മനസ്സിലാവും. കേട്ടോ, ഇതാണ് ഡിസ്കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം പ്രിവെൻറ്റർ വെച്ചിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ആദ്യമായിട്ട് റെഡ്, യെല്ലോ, ബ്ലൂ ലൈനുകൾ കറക്റ്റായിട്ടാണ് അവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അത് ആ രീതിയിൽ തന്നെ നമുക്ക് കണക്ട് ചെയ്യണം. അതേപോലെ ഇവിടെ 2 സെറ്റ് വയറുകളുണ്ട്. ഒന്ന് നമ്പർ 50യും അതേപോലെ തന്നെ ഒരു പവർ സെക്ഷൻ്റെ. നിലവിൽ ഐസൊലേറ്റർ ഓഫാണ്. നമുക്ക് പ്രിവെൻറ്ററിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഇതാണ് സിംഗിൾ ഫേസിങ് പ്രിവെൻറ്റർ. അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് RYB കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ 15, 16, 18 നമ്പറുകളും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് ഇതിൻ്റെ സൈഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. കണ്ടോ, ഇതിൽ നമുക്ക് നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കണം. 15 എന്ന് പറയുന്നത് കോമൺ ആണ്, 16 നോർമലി ക്ലോസ്ഡും 18 നോർമലി ഓപ്പണുമാണ്. ഓക്കെ, നിലവിൽ ഞാൻ ആദ്യം തന്നെ നമ്മുടെ GICയുടെ
പ്രിവെൻറ്റർ ഇവിടെ അറ്റാച്ച് ചെയ്യുവാണ്. നമ്മുടെ MCB വെക്കുന്നത് പോലെയൊക്കെ തന്നെയാണ്. ജസ്റ്റ് വെച്ചിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്ക് ആയിക്കോളും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി കൃത്യമായിട്ട് കണക്ഷൻ കൊടുക്കാനുള്ളത് നിലവിൽ ഈ 2 വയറുകളാണ് നമുക്ക് കണക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്കിവിടെ സൈഡിൽ ഞാൻ നേരത്തെ മാർക്കിംഗ് കാണിച്ച കണ്ടില്ലേ, അവിടെ 15 എന്ന് പറയുന്നത് കോമൺ ആണ്, 16ഉം 18ഉമാണ് പിന്നെ വരുന്നത്. 16 NCയും 18 NOയും ആണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഇനി കണക്ട് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ 15ലേക്ക് നമ്മൾ ഫേസ് കൊടുത്തു, 18ൽ നിന്ന് നമ്മൾ ഔട്ട് എടുക്കുന്നു. ഈ 50 എന്ന് പറയുന്ന ഫെയർവൂൾ നമ്പറാണ് 18ലേക്ക് വരിക. ഇത് പ്രോപ്പർലി ഫേസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആ ഫേസിനെ നമുക്കിവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ സെലക്ടർ സ്വിച്ചിലേക്ക് വന്നിട്ടുള്ള ഫേസ് നമ്പർ എന്ന് പറയുന്നത് ഫെയർവൂൾ നമ്പർ 50 ആണ്. ആണോ, സെലക്ടറിലേക്ക് വന്നിട്ടുള്ള ഫെയർവൂൾ നമ്പർ 50 ആണ്. ഇവിടെ സ്വിച്ചിലേക്ക് വന്നിട്ടുള്ള നമ്പറുകൾ 50 ആണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ കണക്ഷൻ കൊടുക്കാം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു പോയാലും യാതൊന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ഒരു സ്വിച്ചിങ് മാത്രമാണ് ഇവിടെ നടക്കണേ. 16ഉം 18ഉം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി, 15ഉം 18ഉം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി എന്ന് പറഞ്ഞിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ കറക്റ്റായിട്ട് 15 തന്നെ കൊടുക്കുക, 18ൽ നിന്ന് ഔട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിലവിൽ നമ്മൾ 15ലും 18ലും കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. 16 നമ്മൾ ഒഴിവാക്കി നിർത്തിയിരിക്കുകയാണ്. ഇനി മേളിലേക്ക് വരുമ്പോൾ 3 ഫേസുകൾ പ്രോപ്പറായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ അതിന് മുന്നോടിയാണ് ഇതൊന്ന് അഴിച്ചു മാറ്റാം, എന്നാലും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നിലവിലുണ്ടായിരുന്ന കേബിളുകൾ നമ്മൾ അഴിച്ചു മാറ്റി, അവിടുത്തെ കേബിളുകൾ പ്രോപ്പറായിട്ട് കണക്ട് ചെയ്തു. അതേപോലെ തന്നെ പ്രിവെൻറ്ററിൻ്റെ കണക്ഷൻ ഞാൻ നിലവിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ RYB എന്നുള്ള സംഭവത്തിലാണ് വന്നിട്ടുള്ളത്. പക്ഷേ അതേപോലെ തന്നെ കളർ കോഡും മേളിൽ വന്നിട്ടുണ്ട്. ഞാനിത് ഒന്ന് ഇൻ്റർചേഞ്ച് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ബ്ലൂ ഫേസും യെല്ലോ ഫേസും ഒന്ന് ഇൻ്റർചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഫേസ് സീക്വൻസിലുണ്ടാകുന്ന വ്യത്യാസം വരുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നിലവിൽ ഐസൊലേറ്റർ ഒന്ന് ജസ്റ്റ് ഓണാക്കി നോക്കാം. ഓണാക്കി ഉണ്ടോ? അപ്പോൾ സ്ലോ ആയിട്ടാണ് ബ്ലിങ്കിങ്. സീക്വൻസ് ഫാൾട്ട് എന്നുള്ള സംഭവമാണ് വന്നുള്ളത്. അപ്പോൾ ഇതാ സ്ലോ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് നോക്കാം. ഡിസ്പ്ലേ സെറ്റപ്പിലേക്ക് വരുമ്പോൾ നിലവിലുള്ള ഡിസ്പ്ലേ ഉണ്ട്, പമ്പിൻ്റെ ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇതിനൊന്ന് ഓണാക്കാൻ ശ്രമിച്ചാൽ ഇത് ഓണാകത്തില്ല. ഒരു പമ്പുകളും ഓണാവില്ല, കണ്ടോ, ഒന്നും ഓണാവില്ല. അതിന് കാരണം എന്ന് വെച്ചാൽ നിലവിൽ നമ്മുടെ പ്രിവെൻറ്ററിൽ നിന്ന് ഔട്ട്പുട്ട് ഈ 15ൽ നിന്ന് 18ലേക്ക് സപ്ലൈ പോയി തിരിച്ച് നമ്മുടെ സെലക്ടർ സ്വിച്ച് സംഭവങ്ങളിലേക്കൊക്കെ എത്തിയാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ കോണ്ടാക്ടർ കാര്യങ്ങൾ ഓൺ ആകത്തുള്ളൂ. അപ്പോൾ കോണ്ടാക്ടറിൻ്റെ കൺട്രോൾ സപ്ലൈ, കോണ്ടാക്ടറിൻ്റെ A1ലേക്ക് എത്തുന്ന പവർ സപ്ലൈസ് കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ സിംഗിൾ ഫേസിങ് പ്രിവെൻറ്ററിൽ നിന്നാണ്. അപ്പോൾ നിലവിൽ ഞാൻ എൻ്റെ കണക്ഷൻ ചേഞ്ച് ചെയ്തു കേട്ടോ. ആ സമയത്ത് ഫ്ലാഷ് ഓഫ് ആയി പോയി, അപ്പോൾ കാരണം ഒന്ന് മാറിയിട്ടാണ് തിരിച്ച് വന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെയാണ് വർക്ക് ചെയ്യുക. അപ്പോൾ നിലവിൽ നമുക്കിവിടെ നോക്കി കഴിഞ്ഞാൽ ഫേസ് സപ്ലൈ വന്നിട്ടുള്ളത് കാണാൻ പറ്റും. ഫ്ലാഷ് ഓൺ ആയ കാരണം അത്രത്തോളം വ്യക്തമാകാൻ സാധ്യതയില്ല. കണ്ടോ, ഫേസ് വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്കൊന്ന് ഓണാക്കി നോക്കിയാൽ കണ്ടോ, റണ്ണിങ് ആയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഇതാണ് ഈ പ്രിവെൻറ്ററിൻ്റെ സിംഗിൾ ഫേസിങ് പ്രിവെൻറ്ററിൻ്റെ കേസിൽ വരുന്ന സംഭവങ്ങൾ. അപ്പോൾ ഇനി നമുക്കിനി 2 കോണ്ടാക്ടർ കൂടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണി ഓക്കെ. അതേപോലെ തന്നെ ടോപ്പ് സൈഡിലേക്ക് നമ്മുടെ കേബിളുകളും പ്രോപ്പറായിട്ട് കണക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ കോണ്ടാക്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട്, അത് ഓക്കെയാണ്. അതേപോലെ തന്നെ ഓയിലാറും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പല സുഹൃത്തുക്കളും ചോദിക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഡിയോലിൻ്റെ കൺട്രോൾ വയറിങ്ങിനെ പറ്റിയിട്ട്, അതേപോലെ തന്നെ സ്റ്റാർ ഡെൽറ്റയുടെ കൺട്രോൾ വയറിങ്ങിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കും. ചില സമയത്തായിട്ട് സ്കെച്ചും കാര്യങ്ങളൊക്കെ ചോദിക്കും, ഇതെങ്ങനെ പഠിപ്പിക്കാൻ പറ്റും, എവിടെയാണ് പഠിപ്പിക്കുന്ന സ്ഥലങ്ങളൊക്കെ, അങ്ങനെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ നിലവിൽ നമുക്കൊരു, എന്നെ സംബന്ധിച്ച് പറയുന്നത് സ്കെച്ച് എന്നുള്ളതിലല്ല, നമുക്ക് സ്കെച്ച് എങ്ങനെ വേണേലും ഡിസൈൻ ചെയ്തെടുക്കാം. നമുക്കൊരു
വർക്കിംഗ് രീതി എങ്ങനെയാണ്, എന്താണ് നമുക്ക് വേണ്ട ആവശ്യം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ആ രീതിയിൽ വെച്ചുകൊണ്ട് എങ്ങനെ നമുക്കൊരു വയറിങ് ചെയ്തെടുക്കാം, ആ ഒരു ഐഡിയ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടിട്ടാണ് ഇന്ന സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഇന്നതുപോലെ വരണം, ഇന്ന കോൺടാക്ടർ പിടിക്കണം, സ്റ്റാർ ഡെൽറ്റയിലാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് മറ്റത് പിടിക്കണം. ആ ഒരു രീതിയിലുള്ള ഒരു തിങ്കിങ് നമുക്ക് ഉണ്ടാകുക. അതിനനുസരിച്ച് ഇപ്പോൾ നിലവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്വിച്ചും ഒരു ലൈറ്റും കണക്ട് ചെയ്യാൻ എല്ലാവർക്കും അറിയാം അല്ലേ. ഒരു സ്വിച്ചും സീരീസ് ആയിട്ട് ഒരു സ്വിച്ച് കൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓൺ ആക്കുമ്പോഴോ ഓഫ് ആക്കുമ്പോഴുള്ള സംവിധാനങ്ങൾ അറിയാം. അതേപോലെയൊക്കെ തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങളും. അത് നമ്മൾ പഠിക്കുന്ന കാലങ്ങളിൽ ഒന്ന് വരച്ച് പഠിച്ചു, പിന്നീട് അതങ്ങനെ പഠിക്കാത്തവരാണെങ്കിൽ പോലും ചെയ്ത് ശീലിച്ച് വന്നിട്ടുള്ളവരാണ്. അപ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ആ ഒരു ചെയ്തത് കൊണ്ടിട്ട് മനസ്സിലായിരിക്കുന്ന സംഭവങ്ങൾ, അങ്ങനെ മനസ്സിലായി വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ കൺട്രോൾ വയറിങ്ങിൻ്റെ സംഭവങ്ങളിലേക്ക് വരുമ്പോൾ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ടെക്നിക്കലായിട്ട് അതിൻ്റെ സ്കെച്ച് കാര്യങ്ങൾ പഠിച്ചിരിക്കുക. ഇന്ന പോലെയാണ് കോമൺ ആയിട്ട് ചെയ്യുന്ന രീതിയുണ്ട്. അതേപോലെ തന്നെ പല ചെയ്യുമ്പോൾ അതിന് ചില വ്യത്യാസങ്ങൾ കാര്യങ്ങൾ വരും. സിമ്പിളായിട്ടുള്ള മാർഗ്ഗങ്ങൾ, ചില കണക്ഷൻസ് സിമ്പിളായിട്ടുള്ള സംഭവങ്ങളൊക്കെ പറ്റും. അപ്പോൾ നിലവിൽ ഇതേപോലത്തെ പാനലുകൾ ഉള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളാണ്. സത്യം പറഞ്ഞാൽ കോപ്പി അടിക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ചെയ്യാം. കാരണം ഇതെല്ലാം നോക്കിയേ വേണ്ട, ഈ സെയിം ഫെറോൾ നമ്പേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ടാകുക എല്ലാത്തിനും. അതേപോലെ തന്നെ ഈ L3 എന്ന് പറഞ്ഞിരിക്കുന്നത് അതേപോലെ സെക്ഷൻ്റെ സംഭവമാണ് കേട്ടോ. L1, L2, L3. പിന്നെ അടുത്ത സെക്ഷൻ ഞാനിവിടെ നോക്കുമ്പോൾ ഇവിടെ L5, 4 കഴിഞ്ഞിട്ട് L5, ഇപ്പുറത്തേൽ വരുമ്പോൾ L6 ആ സംഭവം വരിക. കേട്ടോ, പിന്നെ ഓർഡർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ രീതിയിൽ കണക്ട് ചെയ്യാം. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഈ ഫെറോൾ നമ്പറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ കോൺടാക്ടർ വെച്ചിട്ട് ഇതൊന്ന് കണക്ട് ചെയ്യാം. DOLൻ്റെ കൺട്രോൾ വയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് നമ്മൾ പലത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് വീണ്ടും വിശദമായിട്ട് കാണിക്കാത്തത്. ഒന്ന് കണക്ട് ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് നോക്കാം. ആദ്യമായിട്ട് ജസ്റ്റ് ഞാൻ ഇവിടെ നമ്മുടെ കോൺടാക്ടർ കറക്റ്റ് പൊസിഷനിൽ തന്നെ അങ്ങോട്ട് അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുവാണ്. ഓക്കെ, അത് സെറ്റ്. ഇനി അടുത്ത കണക്ഷൻ കൊടുക്കാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ A1 ടെർമിനലിലേക്കുള്ള കണക്ഷൻസ് നമ്മൾ അപ്പുറത്തേക്ക് കണ്ടതുപോലെ തന്നെ അതിൻ്റെ ടെർമിനലിലേക്കുള്ള കണക്ഷൻസ് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ആ ഫെറോൾ നമ്പർ തന്നെ കോപ്പി ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുക. നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഇന്നതാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളൊരു ധാരണ ഉണ്ടായാൽ മതി. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ വന്നാലും അപ്പോൾ തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റും. എന്തെങ്കിലും സംശയങ്ങൾ തോന്നിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആരെങ്കിലും പലരും പണിത പാനൽ ബോർഡാണെങ്കിൽ പറ്റില്ല കേട്ടോ. അതിപ്പോൾ നമ്മൾ തന്നെ ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്കറിയാം ഇന്നതിന്നെ പോലെയാണെന്നുള്ളത്. ഓക്കെ, അടുത്തായിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഫേസുകൾ പ്രോപ്പറായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ ഫേസിൻ്റെ കണക്ഷൻസ് മാത്രം കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ കൊടുത്തേക്കുന്നുണ്ടോ ROB ഓർഡറാണ്. ആ ഓർഡറിൽ തന്നെ നമ്മൾ ബാക്കിയുള്ളതും എല്ലാം ചെയ്യുമ്പോൾ ഒരേ പാറ്റേണിൽ തന്നെ ഒറ്റ രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒന്നിൽ നിന്ന് മറ്റതിലേക്ക് അടുത്ത ചെയ്യുമ്പോൾ അതിൽ വ്യത്യാസം വരുത്തരുത് ഒരിക്കലും. അപ്പോൾ 2 പാനലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഒരു പാനലിൽ തന്നെ വരുമ്പോൾ അതിൻ്റെ വ്യത്യാസങ്ങൾ കാര്യങ്ങളൊന്നും വരുത്താൻ പാടില്ല. അപ്പോൾ നമുക്ക് നോക്കിയാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാവും ഇവിടെ നിന്ന് പോയിരിക്കുന്ന കേബിൾ കറക്റ്റ് എവിടെയാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് പോയിരിക്കുന്ന കേബിൾ എവിടെയാണ്, ഇതിൽ നിന്ന് പോയിരിക്കുന്ന കേബിൾ എവിടെയാണ് എന്നുള്ളതൊക്കെ പ്രോപ്പറായിട്ട് നമുക്ക് അറിയാനായിട്ടും പറ്റും. വ്യത്യാസം വരുത്താതിരുന്നു കഴിഞ്ഞാൽ, വ്യത്യാസം വരുത്തിയാൽ അതിനനുസരിച്ച് വ്യത്യാസങ്ങൾ സംഭവിക്കും. അപ്പോൾ ഒരു പാനലിൽ ഒരേ രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് പരമാവധി ശ്രമിക്കുക. പിന്നെ അടുത്ത് നമുക്ക് OLR വെക്കാനുണ്ട്. എന്തായാലും ഈ കോൺടാക്ടർ പിടിക്കാനുള്ള സപ്ലൈ A1 A2 സപ്ലൈ നമ്മൾ മേളിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടിയിൽ കൊടുക്കേണ്ട കാര്യമില്ല. ഇനി OLR കണക്ട് ചെയ്യണം. OLRൻ്റെ ഓട്ടോ മാനുവൽ സെറ്റപ്പ് നോക്കണം. ഇത് ഓട്ടോ റീസെറ്റാണ്. അതേപോലെ തന്നെ ഇവിടെ മാനുവലുണ്ട്. ഈ ബട്ടൺ ഇങ്ങോട്ട് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഇത് മാനുവലും, ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോ റീസെറ്റുമാണ്. അപ്പോൾ നമ്മുടെ കോൺട്രാക്ടറും കാര്യങ്ങളെല്ലാം നമ്മൾ പിടിപ്പിച്ച് 2 കോൺട്രാക്ടറും സെറ്റ് ചെയ്തു. ഇതിൻ്റെ കേബിൾസും കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്തു. ഓക്കെ, ജസ്റ്റ് നമുക്കൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം. അതിന് മുന്നോടിയായിട്ട് വയറിങ് കാര്യങ്ങളൊക്കെ വല്ല ലൂസ് ഉണ്ടോ എന്നുള്ള സംഭവങ്ങൾ പ്രോപ്പറായിട്ട് നോക്കുക. എല്ലാ കണക്ഷൻസും പ്രോപ്പർ അല്ലേ എന്നുള്ളത് ഒന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, ലൂസ് കോണ്ടാക്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമാവും.
ഓക്കെ, ജസ്റ്റ് നമ്മൾ ഓണാക്കി സർക്യൂട്ടിലേക്കുള്ള MCBകൾ രണ്ടെണ്ണം ഓൺ ചെയ്തു. അവിടെ ഇതാണ് ഒരു സെക്ഷൻ 1 കോണ്ടാക്ടർ പിടിച്ചിട്ടുണ്ട്. ഒന്ന് ഓഫ് ചെയ്ത് നോക്കാം. ഓക്കെ, കോണ്ടാക്ടർ 5 ആണ് പിടിച്ചിട്ടുണ്ട്. ആംപിയർ റേറ്റിംഗ് ഒക്കെ നോർമലാണ്. ഓക്കെ, സെക്ഷൻ ഓക്കെയാണ്. നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത സെക്ഷനും കോണ്ടാക്ടർ പിടിച്ചിട്ടുണ്ട്. അത് വാൽവ് ക്ലോസ്ഡ് ആണ്, അതുകൊണ്ട് തന്നെ ലോഡ് വ്യത്യാസമുണ്ട്. എന്തായാലും നമുക്കൊരു പമ്പ് റണ്ണാക്കാനുള്ളു. ആ പമ്പ് ഓക്കെയാണ്. അമ്പയർ റേറ്റിംഗ് ഒക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. മറ്റ് കോണ്ടാക്റ്റുകൾ കാര്യങ്ങളൊക്കെ അതും ഓക്കെയാണ്. എല്ലാം പ്രോപ്പർ വർക്കിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഇന്നത്തെ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച ചെറിയ രീതിയിൽ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ എന്തായാലും ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസായിട്ട് രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും